വെൽക്കം ടു മാസ്റ്റർ മൈൻഡ്സ് എഡ്യൂക്കേഷൻ. മാസ്റ്റർ മൈൻഡ്സ് എഡ്യൂക്കേഷന്റെ അക്കൗണ്ടൻസി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 4th ചാപ്റ്റർ അക്കൗണ്ടിംഗ് ഫോർ ബിസിനസ് ട്രാൻസാക്ഷൻസ്. ചെറിയ ചാപ്റ്റർ ആണ്, കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സോഴ്സ് ഡോക്യുമെന്റ് ആൻഡ് വൗച്ചർ ആണ്. എന്താണ് സോഴ്സ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ, ഒരു ബിസിനസ് ട്രാൻസാക്ഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെന്റ് ആണ് സോഴ്സ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. ഒരു ബിസിനസ് ട്രാൻസാക്ഷൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെന്റ് ആണ് സോഴ്സ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു ഇടപാട് നടന്നതിൻ്റെ എവിഡൻസ് ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണ് സോഴ്സ് ഡോക്യുമെന്റ് അല്ലെങ്കിൽ വൗച്ചർ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ഷോപ്പിൽ നിന്ന് ഒരു ഷോപ്പിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുമ്പോൾ ആ ഒരു ഇടപാട് നടന്നതിൻ്റെ തെളിവ് എന്താണ്? അവിടുന്ന് ലഭിച്ചിട്ടുള്ള ഒരു ബില്ലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതാണ്. ശരിയല്ലേ? ഓക്കെ, അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ നടന്നതിൻ്റെ തെളിവായിട്ടുള്ള ഡോക്യുമെന്റിനെയാണ് സോഴ്സ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, പേജ് നമ്പർ 53 പറയുന്നുണ്ട്. അത് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. പേജ് നമ്പർ 53 അണ്ടർലൈൻ ചെയ്ത് വെച്ച കണ്ടില്ലേ? ഓക്കെ, ആ രണ്ട് പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ്? എ ഡോക്യുമെന്റ് വിച്ച് പ്രൊവൈഡ്സ് എവിഡൻസ് ഓഫ് ദി ട്രാൻസാക്ഷൻ ഈസ് കോൾഡ് സോഴ്സ് ഡോക്യുമെന്റ് അല്ലെങ്കിൽ വൗച്ചർ. അഥവാ ഇറ്റ് ഈസ് എ പ്രൈമറി എവിഡൻസ് ഇൻ സപ്പോർട്ട് ഓഫ് എ ബിസിനസ് ട്രാൻസാക്ഷൻ. ഒരു ബിസിനസ് ട്രാൻസാക്ഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൈമറി എവിഡൻസ് ആണ്, അല്ലെ? ഒരു പ്രാഥമികമായിട്ടുള്ള തെളിവാണ് എന്ത്? സോഴ്സ് ഡോക്യുമെന്റ് അല്ലെങ്കിൽ വൗച്ചർ എന്ന് പറയുന്നത്. അടുത്ത ടോപ്പിക്കായിട്ട് വരുന്നത് ടൈപ്സ് ഓഫ് അക്കൗണ്ടിംഗ് വൗച്ചർ ആണ്. ടൈപ്സ് ഓഫ് അക്കൗണ്ടിംഗ് വൗച്ചർ. അക്കൗണ്ടിംഗ് വൗച്ചർ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ക്യാഷ് വൗച്ചർ എന്നും നോൺ ക്യാഷ് വൗച്ചർ എന്നും. ക്യാഷ് വൗച്ചറിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഡെബിറ്റ് വൗച്ചർ എന്നും ക്രെഡിറ്റ് വൗച്ചർ എന്നും. ഡെബിറ്റ് വൗച്ചർ എന്തിനാ ഉപയോഗിക്കുന്നത്? ഫോർ ക്യാഷ് പേയ്മെന്റ്സ്. ക്രെഡിറ്റ് വൗച്ചർ എന്തിനാ ഉപയോഗിക്കുന്നത്? ഫോർ ക്യാഷ് റെസീപ്റ്റ്സ്. നോൺ ക്യാഷ് ഐറ്റംസിനുള്ളതാണ് ട്രാൻസ്ഫർ വൗച്ചർ എന്ന് പറയും, അല്ലേ? ഫോർ നോൺ ക്യാഷ് ട്രാൻസാക്ഷൻസ്. ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. എന്താണ്? രണ്ട് ടൈപ്പാണുള്ളത്. ഏതൊക്കെയാണ്? ക്യാഷ് വൗച്ചർ, നോൺ ക്യാഷ് വൗച്ചർ. ക്യാഷ് വൗച്ചറിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. എന്താണ്? ഡെബിറ്റ് വൗച്ചർ, ക്രെഡിറ്റ് വൗച്ചർ. ഡെബിറ്റ് വൗച്ചർ എന്തിനാ ഉപയോഗിക്കുന്നത്? ഫോർ ക്യാഷ് പേയ്മെന്റ്സ്. ക്രെഡിറ്റ് വൗച്ചർ എന്തിനാ ഉപയോഗിക്കുന്നത്? ഫോർ ക്യാഷ് റെസീപ്റ്റ്. ക്ലിയർ അല്ലേ? ക്യാഷിന്റെ ഇൻവോൾവ്മെന്റ്സ് ഒന്നും ഇല്ലാത്ത ഇടപാടാണെങ്കിലാണ് എന്ത്? നോൺ ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്, അഥവാ ട്രാൻസ്ഫർ വൗച്ചർ എന്ന് പറയും. എന്താ പറയാ? ട്രാൻസ്ഫർ വൗച്ചർ എന്ന് പറയും. ഇത് കൃത്യമായിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അടുത്തതായിട്ട് വരുന്നത് ഇതിന്റെ എക്സാമ്പിൾസ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, അതുപോലെ തന്നെ അതിന്റെ ഫോർമാറ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. പ്രിപ്പറേഷൻസ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ നമുക്ക് എന്താണ് ഡെബിറ്റ് വൗച്ചർ എന്താന്ന് നമ്മൾ പറഞ്ഞു, അല്ലേ? ഇനി എക്സാമ്പിൾസ് ഒന്ന് ഓർക്കുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. കണ്ടാൽ തന്നെ മനസ്സിലാവും. പേയ്മെന്റ്സിലായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് എവിടെ വരിക? ഡെബിറ്റ് വൗച്ചറിൽ വരിക, അല്ലേ? അതേപോലെ തന്നെ റെസീപ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതാണ് ക്രെഡിറ്റ് വൗച്ചറിൽ വരിക. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഡെബിറ്റ് വൗച്ചറിൻ്റെ കാര്യമല്ലേ? അപ്പോൾ ഡെബിറ്റ് വൗച്ചറിൽ എന്താ വരിക പറഞ്ഞത്? പൈസ കൊടുക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് പൈസ പോകുന്ന കാര്യങ്ങളാണ് ഡെബിറ്റ് വൗച്ചറിൽ വരിക. എക്സ്പെൻസ്, ചിലവ് നമുക്കറിയാം. അതേപോലെ തന്നെ പർച്ചേസ് ഓഫ് ഗുഡ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പൈസ പോകും. പർച്ചേസ് ഓഫ് അസറ്റ്സ് വാങ്ങി കഴിഞ്ഞാൽ പൈസ പോകും. പേയ്മെന്റ് ടു ക്രെഡിറ്റേഴ്സിന് പൈസ കൊടുത്താൽ നമ്മളെ പൈസ പോവാണ്. ആരെ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ് ആർക്കെങ്കിലും പണം കൊടുക്കാനുണ്ടെങ്കിൽ അവരെയാണ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. ബിസിനസ്സിന് ക്യാഷ് കിട്ടാനുള്ള ആളുകളെ എന്ത് പറയും? ഡെപ്റ്റേഴ്സ് എന്ന് പറയും. എന്താ പറഞ്ഞേ? ഒന്നുകൂടെ പറയാം. ബിസിനസ്സിന് പൈസ കിട്ടാനുള്ള ആളുകളെ നമ്മൾ എന്താ പറയുക? ഡെപ്റ്റേഴ്സ് എന്ന് പറയും. അത് അസറ്റാണ്. ശരി. അതേപോലെ തന്നെ ബിസിനസ് ആർക്കെങ്കിലും പണം കൊടുക്കാനുണ്ടെങ്കിൽ അവരെ നമ്മൾ എന്ത് പറയും? ക്രെഡിറ്റേഴ്സ് എന്ന് പറയും. അത് നമുക്ക് ലയബിലിറ്റി ആണ്. ക്ലിയർ? ക്രെഡിറ്റേഴ്സിന് പൈസ കൊടുത്തു, നമ്മളെ പൈസ പോവാണ്. റീപേയ്മെന്റ് ലോൺ എടുത്തിട്ടുണ്ട്, ആ ലോൺ തിരിച്ചടക്കുകയാണ്. ലോൺ എടുത്ത കാര്യമല്ല പറഞ്ഞത്, ലോൺ തിരിച്ചടക്കുകയാണ്. അതെന്താണ്? ഡെബിറ്റ് വൗച്ചറിലാണ് വരിക, അല്ലേ? നമ്മളെ പൈസ പോവാണ്. ഡ്രോയിങ്സ് ആൻഡ് അഡ്വാൻസസ്, വിഡ്രോവലാണ് വരുന്നത്. എന്താണ് ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ? ഓണേഴ്സ് തൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ക്യാഷ് അല്ലെങ്കിൽ
ഗുഡ്സ് പിൻവലിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ബിസിനസ്സിൽ നിന്നുള്ള പൈസ അല്ലേ തൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ എന്ത് പറയാം? ഡ്രോയിങ്സ് എന്ന് പറയാം. അത് ക്യാഷ് ആയിട്ട് പിൻവലിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ബിസിനസ്സിന്റെ എന്തെങ്കിലും ഗുഡ്സ് എടുത്തു കൊണ്ടുപോയാലും അതിന് നമ്മൾ എന്താ പറയുക? ഡ്രോയിങ്സ് എന്ന് പറയാം. ചുരുക്കി പറഞ്ഞാൽ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓണേഴ്സ് തൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ബിസിനസ്സിൽ നിന്നും ഗുഡ്സോ അല്ലെങ്കിൽ ക്യാഷോ പിൻവലിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഡ്രോയിങ്സ് അറിയാം ബിസിനസ്സിന് പൈസ പോവാണ്, അതുകൊണ്ടാണ് ഇവിടെ ഡെബിറ്റ് വൗച്ചറിൽ കൊടുത്തത്. ഡെബിറ്റ് വൗച്ചറിന്റെ ഫോർമാറ്റ് നോട്ട് ചെയ്ത് വെക്കുക. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. വെരി വെരി ഇമ്പോർട്ടൻ്റ് അല്ല. മെയിൻ ആയിട്ട് ഡെബിറ്റ് വൗച്ചർ എന്താണെന്നുള്ളത് അറിയുന്നേ വേണ്ടത്. അതേപോലെ അടുത്തതാണ് ഇത് ക്രെഡിറ്റ് വൗച്ചർ. ക്രെഡിറ്റ് വൗച്ചർ എന്തിനാണ് ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞു. ഫോർ ക്യാഷ് റെസീപ്റ്റ്സ്, പൈസ കിട്ടുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാനാണ്. അപ്പോൾ എന്തൊക്കെ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ക്യാഷ് സെയിൽസ് ഓഫ് ഗുഡ്സ് അല്ലേ, പൈസക്ക് സാധനം വിറ്റു, പൈസ വരികയാണ്. ക്യാഷ് സെയിൽ ഓഫ് അസറ്റ്സ്, അസറ്റ് എന്ത് ചെയ്തു? പൈസക്ക് വിറ്റു, പൈസ വരികയാണ്. അടുത്തെന്താണ്? റവന്യൂ കിട്ടുകയാണ് അല്ലേ, ഇൻട്രസ്റ്റ് കിട്ടുക, റെന്റ് കിട്ടുക, അതുപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻകം കിട്ടുകയാണെങ്കിൽ അതെന്താണ്? റെസീപ്റ്റ് ആണ്. അതുകൊണ്ട് ക്രെഡിറ്റ് വൗച്ചർ. അടുത്ത ക്യാഷ് റെസീപ്റ്റ് ഫ്രം ഡെപ്റ്റേഴ്സ്, ഡെപ്റ്റേഴ്സിൽ നിന്നും പണം കിട്ടുകയാണ്, അതും എന്താണ്? ക്രെഡിറ്റ് വൗച്ചർ. ലോൺ ടേക്കൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോൺ എടുക്കുകയാണ്, പൈസ കിട്ടുകയാണ്, ക്രെഡിറ്റ് വൗച്ചർ. ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക്, നമ്മുടെ ബാങ്കിൽ നിന്നും പൈസ വിഡ്രോ ചെയ്യാണ്, നമ്മുടെ ബാങ്കിൽ നിന്നും പൈസ വിഡ്രോ ചെയ്യാണ്. അപ്പോൾ എവിടേക്ക് വരിക? ബിസിനസ്സിലേക്ക് ഫണ്ട് വരികയാണ്. അപ്പോൾ അതും നമ്മളെന്താണ്? ക്രെഡിറ്റ് വൗച്ചറാണ്. പിന്നെ റെസിപ്റ്റ് അഡ്വാൻസസ്, അതും എന്താണ്? ക്രെഡിറ്റ് വൗച്ചറാണ്, ക്യാഷ് കിട്ടുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ലേ? അപ്പോൾ എക്സാമ്പിൾസ് മസ്റ്റ് ആയിട്ടും മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. അടുത്തത് എന്താണ്? അതിൻ്റെ ഫോർമാറ്റ് ആണ്. ക്രെഡിറ്റ് വൗച്ചറിൻ്റെ ഒരു ഫോർമാറ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആയിട്ടും രണ്ടും സെയിം തന്നെയാണ്, വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഡെബിറ്റ് വൗച്ചറും ക്രെഡിറ്റ് വൗച്ചറൊക്കെ ഫോർമാറ്റ് ക്ലിയർ ആണ്. അടുത്തത് വരുന്നത് എന്താണ്? ട്രാൻസ്ഫർ വൗച്ചർ ആണ്. ട്രാൻസ്ഫർ വൗച്ചർ എന്താന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ക്യാഷ് ട്രാൻസാക്ഷൻ അല്ലാത്ത കാര്യങ്ങളാണ് ഇവിടെ വരുന്നത് ക്രെഡിറ്റ് വൗച്ചറിൽ പറയുന്നത്. ക്രെഡിറ്റ് വൗച്ചർ ആണ് എന്ത് പറയുന്നത്? ട്രാൻസ്ഫർ വൗച്ചർ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് നോക്കുക അല്ലേ, ഏതൊക്കെയാണ്? ക്രെഡിറ്റ് പർച്ചേസസ് ആണ് അല്ലേ, കടത്തിന് സാധനങ്ങൾ വാങ്ങി, കടത്തിന് സാധനങ്ങൾ വിറ്റു. അടുത്തെന്താണ്? റിട്ടേൺ അല്ലേ, അതേപോലെ ഡിപ്രിസിയേഷൻ അസറ്റ്സ്, ബാഡ് ഡെപ്റ്റ്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ എന്താണ്? നോൺ ക്യാഷ് ഐറ്റംസ് ആണ്. നോൺ ക്യാഷ് ഐറ്റംസ് എന്താ വരുന്നത്? ട്രാൻസ്ഫർ വൗച്ചറിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.